St. John Federal Mission proudly presents Kada Purana. St. John Federal Mission proudly presents Kada Purana. On stage we have on tabla Sean Thomas and Vivek Samuel. On keyboard we have Arun Jacob. Music by Abraham J. Thomas. Stage arrangements Anil K. Kada J.P. Mani. So guys, sit back, relax and enjoy. ഞങ്ങളുടെ വിനീതമായ കുറുകെ ആശ്രഭാരത സംസ്കാരത്തിന്റെ ചെമ്പേടുകൾ വിശേഷിപ്പിക്കുന്ന ഭാരതഭൂമിയിൽ തെക്ക് ദിക്കിൽ ഒരു ദേശമുണ്ട്. കലകളാരവും പാടിയൊഴുകുന്ന കാട്ടാളുകളും എങ്ങും തലയുയർത്തി നിൽക്കുന്ന മൊട്ട കുന്നുകളും അമ്പര ചുംബികളായ ആരാധനാലയങ്ങളും ശീലം വാരി ഉണരുന്ന രാത്രികളും നിറഞ്ഞൊരു നാട്. ഇതിഹാസങ്ങളിൽ ഇങ്ങനെ എഴുതി പരശുരാമൻ മഴവെറിഞ്ഞപ്പോൾ ഉയർന്നു വന്ന നാട്. ഓണവും റംസാനും ക്രിസ്മസും എല്ലാം ഒരുപോലെ ആഘോഷിച്ച നാട്. ആ സുന്ദരമായ ദേശത്ത് നിന്നും വന്നവരാണ് നാം. മാമലകപ്പുറത്ത് മരതകപ്പട്ടണിഞ്ഞ് കേരളമെന്നൊരു നാടുണ്ട്, കൊച്ചു കേരളമെന്നൊരു നാടുണ്ട്. മാമലകപ്പുറത്ത് മരതകപ്പട്ടണിഞ്ഞ് കേരളമെന്നൊരു നാടുണ്ട്, കൊച്ചു കേരളമെന്നൊരു നാടുണ്ട്. കവി ഇങ്ങനെ പാടി, എന്റെ കേരളം എത്ര സുന്ദരം, എന്റെ കേരളം എത്ര ശോഭനം, എന്റെ കേരളം എത്ര പാവനം, എന്റെ കേരളം എത്ര സുന്ദരം. ആദരണീയനായ വൈദിക ശ്രേഷ്ഠൻ അബ്രഹാമച്ചൻ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ പോലൊരു വ്യക്തി മാത്രം എന്നെന്നും കൈത്താങ്ങൾ നൽകിയേണേ. ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ കുടുംബങ്ങളിൽ അമ്മായിയമ്മ മരുമക്കൾ ബന്ധം സംഘർഷഭരിതമായിരുന്നു. അമ്മായിയമ്മയും മരുമക്കളും ചേർന്ന് പുകയുന്ന അഗ്നിപർവ്വതം കണക്കെ കുടുംബങ്ങളെ ആക്കി തീർത്തിരുന്നു. അന്ന് വിവാഹപ്രായമായ പെൺകുട്ടികൾ ഉത്തമരായ ഭർത്താക്കന്മാരെ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനകൾ കഴിച്ചിരുന്നത് ഓരി പിടിക്കാത്ത ഒരു അമ്മായിയമ്മയെ ലഭിക്കണമേ എന്നായിരുന്നു. അതിനായി അവർ നോമ്പുകളും നേർച്ചകളും പതിവായി അനുഷ്ഠിച്ചു. പലരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. എങ്കിലും ചിലരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ല. സ്ഥിരമായി ശണ്ട കൂടുന്ന ഒരു അമ്മായിയമ്മ തിരുവല്ലയിൽ താമസിച്ചിരുന്നു. ഈ മരുമകൾ അലക്കുന്ന തുണി
കാതിൽ മന്ത്രിച്ചു. എടി ചിന്നമ്മേ, നിന്റെ അമ്മായിയമ്മയുടെ മുഖമാണെന്ന് അങ്ങോട്ട് കരുതി ആ തുണികളൊക്കെ അങ്ങോട്ട് നനയ്ക്കേ, അവർ തനിയെ വിളിക്കും. ചിന്നമ്മ വളരെ വാശിയോടെ അലക്കുകല്ലിൽ വീശിയടിച്ചു. പൂജാരിയുടെ പരസ്യം പറയുന്ന പോലെ തുണികൾ വെട്ടി തിളങ്ങി. അവൾ അടിച്ചു, അവൾ ഇടിച്ചു, കുത്തി പിഴിഞ്ഞു, വെളുവെള്ളത്തിളങ്ങി പറുവെള്ളമിനുങ്ങി ഉണക്കിയെടുത്തു കനലിട്ടു തേച്ചു. അങ്ങനെ അവരുടെ വാശിയും ദേഷ്യവും എല്ലാം അവർ ആ തുണിയോട് തീർത്ത് സംതൃപ്തി അടഞ്ഞു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അമ്മായിമ്മയുടെയും മരുമകളുടെയും അടുത്തേക്ക് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ അമ്മായിമ്മയുടെ വീട് തിരുവല്ലയിലല്ല, കോട്ടയത്തല്ല, തിരുവനന്തപുരത്തുമല്ല, പിന്നെ ഇസ്രായേലിലെ മോളായിരുന്നു. അപ്പനും അമ്മയും 2 ആൺമക്കളും അടങ്ങുന്ന കുടുംബം. സന്തോഷവും ആനന്ദവും ആ കുടുംബത്തിൽ നിലനിന്നിരുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന നടത്തിയ കുടുംബം. കുടുംബ പ്രാർത്ഥനയിൽ അവർ ഇങ്ങനെ പാടിയിരിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? ഇത്തരം പാട്ടുകളുണ്ടോ? ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും കടന്നുപോയി. വേനലും മഞ്ഞും മഴയുമായി കാലങ്ങൾ വേഗം കടന്നുപോയി. വേനലും മഞ്ഞും മഴയുമായി കാലങ്ങൾ വേഗം കടന്നുപോയി. അങ്ങനെ മക്കളായ മഹോനും കില്യോനും മോവാബ്യ ദേശത്ത് നിന്നും ഓർപ്പയെന്നും രൂത്തെന്നും 2 സുന്ദരികളും സുശീലകളുമായ 2 യുവതികളെ വിവാഹം കഴിച്ച് ഒരു വീട്ടിൽ സന്തോഷകരമായി ജീവിച്ചു. ഇന്ന് ബന്ധനങ്ങളാകുന്ന ഈ കാലത്ത് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സ്വന്തം സഹോദരമായി മിണ്ടാതിരിക്കുന്ന നമുക്ക് തികച്ചും മാതൃകയായിരുന്നു അവരുടെ കുടുംബം. വിവിധ കുടുംബങ്ങളിൽ നിന്നും വന്ന ഓർപ്പയും യൂത്തും ഭർത്താവിന്റെ അപ്പനെയും അമ്മയെയും സന്തോഷത്തോടുകൂടി ശുശ്രൂഷിച്ച് കൂട്ടുകുടുംബത്തിന്റെ ആനന്ദം അവർ ആവോളം പങ്കിട്ടു. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കകം മാറി താമസിക്കുന്ന നമുക്ക് എത്രയോ ഉദാത്തമായ മാതൃക. എന്നാൽ അവരുടെ സന്തോഷം ദീർഘനാൾ നിലനിന്നില്ല. ഒരു ദിവസം ആ കുടുംബത്തെ കണ്ണുനീരിൽ ആഴ്ത്തിക്കൊണ്ട് അപ്പനായ എലീമലേക്ക് ഈ ലോകത്തോട് യാത്ര. പ്രിയമുള്ളവരുടെ വേർപാട് ഭാര്യയായ നവോമിയെ വളരെയധികം തളർത്തി. മൺമയമാവിയുലകിൽ കാൺമതുമായ വന്മഹിമാധരസുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, എന്നു കണ്ടു നാളെ വാഴും പൂക്കളെ പോലെ. എത്ര ക്ഷണഭംഗുരമായ നമ്മുടെ ജീവിതം. നാം നമ്മുടെ നിത്യമായ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ടോ? അങ്ങനെ നാളുകൾ കടന്നുപോയി. കാലം വേദനകൾക്ക് മറവി കൊടുത്തു. സന്തോഷകരമായ നാളുകൾ അവർ തള്ളി നീക്കി. കാലാന്തരത്തിൽ മകളോനും കില്യോനും ഈ ലോകത്തോട് വേർപിരിഞ്ഞു. ആ കുടുംബത്തിൽ കണ്ണുനീരിന്റെ ദിനങ്ങൾ പിറവിയെടുത്തു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവരെ അലട്ടി. ഒരു നാൾ നവോമി ഓർപ്പയെയും രൂത്തിനെയും അടുത്ത
ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിക്കുന്ന നവതലമുറയ്ക്ക് എത്രയോ മഹത്തായ മാതൃക. അങ്ങനെ അവൾ അമ്മായിയമ്മയോടൊപ്പം വേദനകളിലേക്ക് മടങ്ങി വന്നു. എലിമലേക്കിന്റെ ബന്ധുവായ ബോവാസിന്റെ വയലിൽ അപ്പോൾ കൊയ്ത്ത് നടക്കുകയായിരുന്നു. കൊയ്ത്തിന് വന്ന വേലക്കാരികൾ നാടൻ പാട്ടിന്റെ ഈണത്തിൽ ഇങ്ങനെ അവർ പാടി: ഞങ്ങൾക്കെന്നും ആശ്രയമായി വന്നിടണേ സദാവേ, പ്രാർത്ഥനയായി എന്നും എന്നും നിൻ സവിധേ എത്തിടുന്നു. ഉന്നതത്തിൽ വാഴുമങ്ങേ ഉന്നതനാം കർത്താവേ, ഞങ്ങൾക്കെന്നും ആശ്രയമായി വാണിടണേ എന്നെന്നും. ഞങ്ങൾക്കെന്നും ആശ്രയമായി വാണിടുന്ന താതാവേ, പ്രാർത്ഥനയായി എന്നുമെന്നും നിൻ സവിധേ എത്തിടുന്നു. ഉന്നതത്തിൽ വാഴുമങ്ങേ ഉന്നതനാം കർത്താവേ, ഞങ്ങൾക്കെന്നും ആശ്രയമായി വന്നിടണേ എന്നുമെന്നും. രൂത്ത് അവരോട് ചേർന്ന് കറ്റകൾ പെറുക്കി പട്ടണത്തിൽ വെച്ച് അമ്മായിയമ്മയെ സംരക്ഷിച്ചു. രൂത്തിനോട് ദയ തോന്നിയ ബോവാസ് അവളെ ഭാര്യയായി സ്വീകരിച്ചു. ദൈവം അവളെ അനുഗ്രഹിച്ചു. അവൾക്ക് ഓബേൽ എന്നൊരു മകനുണ്ടായി. നവോമി കൊച്ചുമകനെ താരാട്ട് പാട്ടു പാടി ഉറക്കി: രാരീരം രാരീരാരോ, രാരീരം രാരീരാരോ, 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 പൊന്നുണ്ണി രാരീരാരോ. അതിലൂടെ രൂത്തിന് ദാവീദിന്റെ വല്യമ്മയാകുവാൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ അവർ സന്തോഷകരമായി ജീവിച്ചു. നവോമിയെ പോലെ ഒരു അമ്മയാകുവാൻ, രൂത്തിനെ പോലെ ഒരു മകളാകുവാൻ ഈ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ ശ്രമത്തിൽ നിന്നും പിൻവാങ്ങുന്നു. കുറവുകൾ ക്ഷമിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു.